ഹായ്, കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് എത്താമെന്ന് ഞാൻ വിചാരിച്ചു. കണ്ണേട്ടനും പൊന്നൂസും സ്ഥലത്തില്ല, രണ്ടും കൂടെ ഒരു കറക്കത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയത്ത് എനിക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ബാത്റൂമിലൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പൊന്നൂസ് പോയിരിക്കുന്നത്. അപ്പോൾ രണ്ടാളും പോയിട്ട് വരുന്ന സമയത്ത് ഒരു വീഡിയോ കവർ ചെയ്യാം എന്ന് ഞാൻ ചിന്തിച്ചു. രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. രണ്ടല്ല, 3 കാര്യങ്ങളുണ്ട്. സമയം നോക്കി നമുക്ക് പറയാം. ഒന്ന്, ഞാൻ എന്താണ് ലൈവിലില്ലാത്തത് എനിക്ക് അംഗവൈകല്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, ഞാൻ ഓക്കെയാണ്. എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ നിന്ന് കാണിക്കാം. പിന്നെ അപ്പൻഡിക്സിൻ്റെ ഒരു ചെറിയ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ എനിക്ക് ഒരുപാട് സമയം ഇരിക്കാൻ പറ്റില്ല. ചില കമൻസ് കാണുമ്പോൾ ഞാൻ അറിയാലോ വയലൻ്റ് ആവും. അപ്പോൾ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടേ, എന്തിനാ വെറുതെ നെഗറ്റീവ് ഓളുകൾക്ക് ഒരു സന്തോഷം കൊടുക്കുന്നേ, അതുകൊണ്ട് മാറി നിന്നതാണ്. അതാണ് അപ്പം ഞാൻ ലൈവിൽ ഇല്ലാത്തതിന് കാരണം. അല്ലാതെ എങ്ങും ഓടിപ്പോയിട്ടില്ല, കണ്ണേട്ടനെ കളഞ്ഞിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. കണ്ണേട്ടൻ്റെ വാമഭാഗമായിട്ട് ഇവിടെ തന്നെ ഞാനുണ്ട്. പിന്നെ എന്തുമാത്രം മുട്ടിയടിച്ചിട്ടാടി കളവി നീ ലൈവിൽ വന്നിരിക്കുന്നേ, നിന്നെ കാണാൻ എന്തിനും കൊള്ളാം, കാരി പോലെ കറുത്തവളല്ലേടി നീ എന്നൊക്കെയുള്ള കമൻസും കാര്യങ്ങളും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ. ഇതോടെ കുളിച്ചിട്ട് വന്ന് ഇരിക്കുന്ന ഇരിപ്പാണ്. പക്ഷേ ഏറ്റവും ഈ വീഡിയോ ചെയ്യാൻ യോജിച്ച സമയം ഇത് തന്നെയാണ്. കാരണം ഇത്രയും ഡള്ളായിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം എന്താ പറയുക, കുളിച്ച് വന്ന് ചൂടുവെള്ളത്തിൽ മേലൊക്കെ കഴുകി മുറിവിൽ ഓയിൽമെൻറ്റൊക്കെ പുരട്ടി വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ചേട്ടന്മാർ നമുക്ക് പുട്ടിയടി തുടങ്ങാം. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് തുടച്ചു. എൻ്റെ മേക്കപ്പ് അറിയണ്ടേ, എൻ്റെ പുട്ടിയടി വളരെ എല്ലാം തീർന്നിരിക്കുക. ഇപ്പോൾ വെളിയിലോട്ട് പോകും, നാണക്കേടാ. ഇത് കണ്ടോ, വേറെ ലെവലിൽ താളാണ്. 10 രൂപയുടെ ഒരു നിസ്സാരം 10 രൂപയുടെ ഒരു താളാണ്. അത് തീർന്നു. പൊന്നൂസ് കുറേ ദിവസമായിട്ട് പിടുത്തം ഉണ്ടാക്കുന്നുണ്ട്, ഓണം സാധനം വാങ്ങിക്കണം. അപ്പം ഇത് നമുക്ക് ഞെക്കി പുളുത്തി ഞാൻ വല്ലപ്പോഴും ഇതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ സ്ഥിരമായിട്ട് ഈ ഫെയർ ലെവലി ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല, വല്ലപ്പോഴും. അപ്പം നിങ്ങളെ കാണിക്കണം. അയ്യോ വിയർക്കുന്നതാ പിള്ളേരെ. അപ്പം നമ്മൾ ഫെയർ ലെവലി എല്ലാം തേച്ചു. ഇതണ്ടേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ എങ്ങനെ ഒരു നീ പൗഡർ. എനിക്കിതിൻ്റെ നാറ്റം ചിലപ്പോഴൊന്നും പിടിക്കാറില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ മുന്നിൽ പുട്ടിയടിക്കണ്ടേ, അതിന് ജസ്റ്റ് ഇങ്ങനെ ഒന്നിട്ടു. കണ്ണേട്ടൻ ഫോൺ വിളിച്ചേ, അത് പോയ കാര്യം കഴിഞ്ഞ് ഇപ്പോൾ വരും. ഞാനിവിടെ കുത്തിയിരിക്കുന്നുണ്ട്, ഇന്ന് എന്നെ കൊല്ലും. കിടക്കണം, കാലിൽ നിവർത്തി വെച്ച് കിടക്കണം, അനങ്ങരുത്, കുത്തിയിരിക്കരുത്, സ്റ്റിച്ച് പൊട്ടുമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണേ. അപ്പം തെറുതി കയറിയവന് എനിക്കൊന്നും നടക്കത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ പൗഡർ തേച്ചു, കണ്ടല്ലോ. അപ്പോൾ മുഖത്തെ പുട്ടി ഇത്രയും. പിന്നെ ചെയ്യുന്ന പരിപാടി നമ്മുടെ ഐടെക്സിൻ്റെ കൺമഷിയാണ്. അത് എടുത്ത് ഇങ്ങനെ നീറുമോ എന്തോ, കുറേ ദിവസമായി കണ്ണൊക്കെ എഴുതിയിട്ട്. അപ്പോൾ അതാണ് 10, 20, 12 രൂപ എങ്ങാണ്ട് ഉള്ളെന്ന് തോന്നുന്നു കൺമഷി ഇട്ടേ കണ്ണെഴുതി. ഇനിയും എന്നും എൻ്റെ നെറ്റിയിൽ കാണുന്നതാണ് ഈ ഐടെക്സ് പല്ലവിയുടെ കറുത്ത സ്റ്റിക്കർ. കറുത്ത് തീർന്നു, പൊന്നൂസിൻ്റെ പൊട്ടാർന്ന് ഒരെണ്ണേ ഉള്ളൂ, അത് പഠിച്ചു മാറ്റി. അപ്പം അതും തൊട്ട എനിക്ക് കറുത്ത പൊട്ടില്ലെങ്കിലുണ്ടല്ലോ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഇത് കറുത്ത പൊട്ട്, ഇത് പിന്നെ നമ്മൾ ഉത്സവങ്ങളിലൊക്കെ ചിന്തിക്കടകളിൽ കിട്ടത്തില്ലേ, ഇങ്ങനത്തെ പൊട്ടുകൾ, ചെറിയ പൊട്ടുകൾ കിട്ടും, 12 രൂപ. അത് വാങ്ങിക്കാൻ എനിക്കിഷ്ടം കേട്ടോ. ഞാൻ അങ്ങനത്തെ ഉത്സവത്തിൽ നിന്നും 10-12 ഡപ്പിയൊക്കെ പൊട്ട് വാങ്ങി സൂക്ഷിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു പൊട്ട് തൊട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ തൊടുന്ന പോലെ. അപ്പോൾ ഇതെൻ്റെ കളക്ഷനൊക്കെ തീർന്നു. സാധാരണ ഞാൻ മഞ്ഞ കളറ്, ഓറഞ്ച് കളറ് ഇതൊക്കെയാണ് എടുത്ത് തൊടാറുള്ളൂ. കറുത്ത പൊട്ടാകുമ്പോൾ നമുക്ക് ഇത്രയുള്ള സ്റ്റിക്ക് ഏത് കളർ വേണമല്ലോ അതിൻ്റെ പുറത്ത് നമുക്ക് വെച്ചാൽ അത് എറിച്ച് നിൽക്കും. പക്ഷെ ഇത് ചുമന്ന പൊട്ടായതുകൊണ്ട് എത്രത്തോളം റെഡിയാവുമെന്ന് എനിക്കറിയത്തില്ല.
ഇതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞു വിട്ട ആ 2 സാധനം ഉണ്ടല്ലോ, ആ കണ്ണേട്ടനും പൊന്നും തിരിച്ച് വന്നിട്ട് കണ്ണൻ എന്നെ കുറേ വഴക്ക് പറഞ്ഞു. അതാണ് ഞാനിത് കട്ടാക്കിയിട്ട് വീണ്ടും എടുക്കുക. എന്നാടി പരിപാടി? നിന്നോട് പറഞ്ഞില്ലേ എവിടെയെങ്കിലും പോയി കിടക്കാൻ, നീ എന്നാ വീഡിയോ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു ഭയങ്കര ദേഷ്യത്തിൽ അകത്തോട്ട് പോയിട്ടുണ്ട്. ഞാൻ അകത്തിട്ട് കഥ കടച്ചിട്ട് വീണ്ടും വന്നു. അപ്പോൾ ഫെയർ ആൻഡ് ലവ്ലി ഇട്ടു, പൗഡർ ഇട്ടു, പൊട്ട് തൊട്ടു, കണ്ണെഴുതി. ഇനി നമുക്കടുത്ത് എന്താ പറയുക, കണ്ണേട്ടനുള്ള സിന്ദൂരം. അപ്പോൾ ഈ സിന്ദൂരം എന്താ മായാത്തെന്ന്, ഈ സിന്ദൂരം ഉണ്ടല്ലോ നമ്മൾ കുളിച്ചാലും ഇതിൻ്റെ ഒരു കളർ അവിടെ തന്നെ പിടിച്ചിരിക്കും. നെറ്റിയിൽ കുങ്കുമം തൊട്ടാലും ആ കളർ നമ്മൾ മുഖം എങ്ങനെ വാഷ് ചെയ്താലും അവിടെ ഇരിക്കുവേ. അപ്പോൾ കണ്ണേട്ടനുള്ള, അപ്പോൾ ചിലർ ചോദിക്കാറുണ്ടേ, ഒരു ചെറിയ കുത്തിയാൽ പോരെ, എന്തിനാണ് ഈ സിന്ദൂരമൊക്കെ ഇങ്ങനെ വാരിട്ടേക്കുന്നത്, ആരെ കാണിക്കാനാണ്? അത് എൻ്റെ സൗകര്യമല്ലേ. ലൈവിൽ തന്നെ ചോദിക്കാറുണ്ട്, എന്തിനോ ഇത്രയും വലിയ സിന്ദൂരം വാരിയിട്ടിരിക്കുന്നത്, സിന്ദൂരമൊക്കെ തൂത്ത് ഒരു ചെറിയ ഡോട്ട് പോലൊക്കെ ആക്കാമെങ്കിൽ ചേച്ചി കൂടുതൽ ഭംഗിയാവും എന്ന്. അത് കുറച്ചുള്ള സൗന്ദര്യമൊക്കെ എനിക്ക് മതി. അപ്പോൾ സിന്ദൂരം ഇട്ടു. ഇനി നമ്മുടെ ലൈവിൽ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എന്താണ്, എന്ത് ലിപ്സ്റ്റിക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന്. ഇതൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. എന്താണോ ഇത്? ഇതാ പൊന്നൂസ് വാങ്ങി വെച്ചൊരു സാധനം, ഇതിൻ്റെ പേരൊന്നും എനിക്ക്, ഇതെല്ലാം തീർന്ന് ഇന്ന് എന്നോട് 500 രൂപ ചോദിച്ചിട്ടുണ്ട് കൊടുക്കണമെന്നും പറഞ്ഞ് ഇതെല്ലാം വാങ്ങിക്കാൻ. അപ്പോൾ ഇങ്ങനൊരു സംഭവം ജസ്റ്റ് നമ്മളിങ്ങനെ, അത് എനിക്ക് ഇതിൻ്റെ കളർ ഡയറക്റ്റ് ഇഷ്ടമല്ല, അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ്. ജസ്റ്റ് നമ്മളിതിങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പരിപാടിയുണ്ട് കണ്ടോ, ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ചോദനയുമാണ് ഇതുപോലത്തെ 2 ലിപ് ലൈനർ, ഇത് കാജലാണ്, ലിപ് ലൈനർ ഇത് കണ്ടോ, ഇതുപോലത്തെ ലിപ് ലൈനർ വാങ്ങിച്ച് നമ്മൾ ഇപ്രാവശ്യം വാങ്ങിച്ചത് അത്ര പോരാ, കളറില്ല. അപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന 20 രൂപ എങ്ങാണ്ട് ഉള്ളത് തീർന്നുപോയി, 2 തീർന്നുപോയി. ഇന്ന് പോയി അവൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഡോട്ട് കൊടുത്തേക്കുന്നതുമായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. എത്ര നേരം ഇങ്ങനെ ഇരിക്കുന്നല്ലേ, ഇന്ന് അധികം എന്നെ കൊല്ലും. ചുമ്മാ ഓപ്പറേഷനൊക്കെ ചെയ്ത് ബെഡ് റെസ്റ്റ്, ആ സ്റ്റിച്ച് നോക്കണമെന്ന് പറഞ്ഞ് മാറിയുന്ന നമുക്കാരെങ്കിലും കൊണ്ട് തരാനുണ്ടോ? ഇല്ല. വല്ല വീഡിയോയും ചെയ്തിട്ട് ആ 10 പൈസ കിട്ടത്തില്ലേ പിള്ളേരെ? ആരോട് പറയാനാ? ഓ കിട്ടും, എന്തായിരുന്നു. കണ്ടാ, ഇതാണ് ഞങ്ങളുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്. ലിപ്സ്റ്റിക്കല്ല. അപ്പോൾ തീർന്നു പോയി. ഇത് രണ്ടും പൊന്നൂസിന് വാങ്ങിക്കാൻ പോകണം. സാധാരണ ഞാനും പൊന്നൂസും കൂടെ ഒന്നിച്ച് പോയി വാങ്ങിക്കുന്നത്, പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇത്രയൊക്കെ ഒരുങ്ങി കഴിയുമ്പോൾ ഐലൈനർ എടുത്ത് ജസ്റ്റ് കണ്ണിൻ്റെ മണ്ടയ്ക്ക് ഒരു ഇത് കൊടുക്കാറുണ്ട് ഇങ്ങനെ. താഴെ ഒന്നും ഇരുന്നുണ്ട്, എനിക്ക് വയ്യ. എത്ര നേരം കുത്തിയിരുന്ന എന്നെ ആദ്യം കൊല്ലു എന്നെ. കണ്ട ഞാൻ വന്നിരുന്ന കോലം എന്താ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളടാ നിങ്ങളുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ കറുത്ത് വഴിതിരിയാത്ത നമ്മളുടെയൊക്കെ കുട്ടി. 10 രൂപയുടെ ഒരു ചീപ്പ് അതെടുത്ത് അറിഞ്ഞം പുറഞ്ഞും തല ജീവുക, കാരണവന്മാരെ തന്ന തലമുടി, എങ്ങനെ വേണേലും ജീവ. തലയിൽ വയ്യാതിരിക്കുന്നതുകൊണ്ട് എണ്ണയൊക്കെ തേച്ച് കുളിച്ചുകൊണ്ട് സെറ്റാവുന്നില്ലല്ലോ പിള്ളേരെ.
ഇത്ര നേരം ഇരുന്നപ്പോഴേ വയറ്റിനകത്ത് വേദന എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് മുഖത്ത് കാണുമേ. കണ്ടോ, ഇങ്ങനെയാണ് ബാ പിള്ളേരെ നമുക്ക് കുറച്ച് നേരം ലൈവിലിരിക്കാം എന്നും പറഞ്ഞ് കുന്തളിച്ച് ഞാൻ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇത് തന്നെ. ഇങ്ങനെയൊക്കെ തന്നെയാണ് പൊന്നും വരുന്നത്. പിന്നെ പൊന്നും ഇച്ചിരി കട്ടിക്ക് കണ്ണെഴുതി വെക്കുമെന്നേ ഉള്ളൂ. കട്ടിക്ക് ആൾ കണ്ണിൻ്റെ മണ്ടയ്ക്ക് വരയ്ക്കും എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സൗമ്യ തള്ളച്ചിയുടെ പുട്ടി. നിൻ്റെയൊക്കെ ഭാഷ പറഞ്ഞാൽ കേട്ടറാ നെഗറ്റീവ് കോളികളെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണില്ലേ. കാണാൻ എന്നെ ഇവിടുന്ന് എടുത്ത് പുറത്ത് കളയും. പോയി കിടക്കടി എന്നും പറഞ്ഞു എന്നാടി ഇവിടെ ലൈറ്റും വെട്ടമൊന്നും ചോദിച്ചോണ്ട് ചാടി വന്നത് ഓട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ പോവാണ്. ഇതാണ് എൻ്റെ മേക്കപ്പ് എന്ന് പറഞ്ഞ സമ്പ്രദായം. മേക്കപ്പ് വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ചിന്തിച്ചൊരു കാര്യമാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇത്രയും ഡള്ളായിട്ട് വയ്യാതിരിക്കുന്ന ഒരു മുഖത്ത് പരീക്ഷിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് ചെയ്തു. അപ്പോൾ സന്തോഷ് സൗമ്യയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. സൗമ്യ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൻഡിക്സിൻ്റെ ഒരു കുഞ്ഞ് ഓപ്പറേഷനായിട്ട് ഒരു കുഞ്ഞ് സ്റ്റിച്ചുമായിട്ട് ഈ വീട്ടിൽ കണ്ണേട്ടൻ്റെ ഭാര്യയായിട്ട് അങ്ങനെ പറയണ അനുസരിച്ച് അടങ്ങിക്കൂടി ഒരു മൂലയ്ക്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എങ്ങും പോയിട്ടില്ല. അപ്പോൾ ബൈ ബൈ, സി യു. വീണ്ടും അടുത്ത വീഡിയോയിൽ ആ കുറിപ്പുകളുമായി വീണ്ടും കാണുന്നിടം വരെ സി യു.